കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സുമായി ചെങ്ങന്നൂരിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് ഉള്ളൊരു വീഡിയോയാണ് നിങ്ങളെ ഞാൻ കാണിക്കാം. കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ്സും ഒരു ഹെവി കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളും തമ്മിൽ ഡയറക്റ്റ് ഹെഡ് ഓൺ കൊളീഷൻ നടന്നു. അതിൽ CCTV നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വസ്തുത, മുൻപിൽ പോയ മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തതാണ് ഈ ഒരു അപകടത്തിന് കാരണമായി വന്നത്. രണ്ട് വാഹനങ്ങളുടെയും ഫ്രണ്ടുകളാണ് പരസ്പരം കൂട്ടിയിടിച്ചിട്ടുള്ളത്. ഈ കെ.എസ്.ആർ.ടി.സി വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് എന്തായാലും സസ്പെൻഡ് ചെയ്യും. കാരണം നല്ല ഹൈറ്റിലിരിക്കുന്നതാണ് ഡ്രൈവർ. ദൂരെ നിന്ന് വരുന്ന കാഴ്ച അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മുമ്പിൽ പോയതൊരു കൊച്ചു വാഹനമാണ്, ചെറിയൊരു കാറാണ്. നമ്മൾ ആ CCTV വിഷ്വൽസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുമ്പിൽ പോയത് ചെറിയ വാഹനമാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ മറു സൈഡിൽ കൂടെ അല്ലെങ്കിൽ കയറി വരുന്ന വലിയൊരു വാഹനത്തെ ഈ ഡ്രൈവർക്ക് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ എങ്കിലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന അത്രയും പേരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയും എതിരെ വരുന്ന വാഹനത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ പ്രാണനും യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അതിസാഹസമായിട്ടാണ് ഇദ്ദേഹം ഈ മറ്റു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് കയറിയത്. ഈ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് ആ ഇടിക്ക് കാരണം. ആ ഒരു സമയം കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർ ഒരല്പം മാനസിക പക്വത, ഒരല്പം വീണ്ടും വിചാരം, ഒരു ഇച്ചിരി യുക്തി, സ്നേഹം, ബോധം അന്നേരം അവിടെ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാവത്തില്ലായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് ഈ വാഹനം ബ്രേക്ക് ചെയ്യുന്നു, ആ ഫ്രണ്ടിൽ പോയ ഒരു കാറ് സ്ലോ ചെയ്യുന്നു, തൊട്ടിപ്പുറത്ത് ഒരു കാർ അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ടൂറിസ്റ്റ് ബസ് ബ്രേക്ക് ചെയ്യുന്നു, സ്വിഫ്റ്റ് ബസ് ബ്രേക്ക് ചെയ്യുന്നു, നേരെ ടൂറിസ്റ്റ് ബസ്സിന്റെ മുൻപിലേക്ക് പോയി ഇടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ചെങ്ങന്നൂർ ജോയിന്റ് RTOയുടെ ഒരു വിവരണമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത്, കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ വല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്, അയാൾക്ക് അകലെ നിന്ന് കാണാമായിരുന്നു, യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെയാണ് വാഹനം ഓടിച്ചതെന്നൊക്കെ തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനെ നിലവിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത് തൂക്കുകയർ കൊടുക്കണമെന്നുള്ള രീതി വരെ പറയുന്നുണ്ട്. ഏതായാലും അത് ആ വാഹനം, ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്യാവശ്യം ഒരു സൈക്കിൾ ചവിട്ടാനെങ്കിലും അറിയാവുന്ന ആളുകൾക്കറിയാം, ആ വാഹനം മുമ്പിൽ പോയൊരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ സ്ലോ ചെയ്യുന്നു. ഈ വാഹനം ബ്രേക്കിൽ കാല് വെക്കുന്ന സമയത്ത് തന്നെ ഈ വാഹനം വലത്തോട്ട് ഒഴുകിപ്പോയി ഇടിക്കുക. ഒരിക്കലും അത്രയും വലിയൊരു വണ്ടി മുമ്പിൽ വരുന്നു, ഈ വണ്ടി പെട്ടെന്ന് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ബ്രേക്ക് ചവിട്ടുന്നു. ഈ വാഹനം ഇങ്ങനെ പോയ ഒരു ഡ്രൈവറും അങ്ങനെ മനപ്പുറം ഇടിപ്പിക്കുമോ? ഒരു ഡ്രൈവറും ചെയ്യുന്ന കാര്യമല്ല. കാരണം കൃത്യമായി വണ്ടി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ വണ്ടിയുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, വണ്ടി ഒഴുകി ബ്രേക്ക് ചവിട്ടിട്ട് ഒഴുകി പോവുകയാണ്. ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് യഥാർത്ഥത്തിൽ കെ.എസ്.ആർ.ടി.സിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ കെ.എസ്.ആർ.ടി.സിയുടെ വാഹനങ്ങൾ കൃത്യമായി പരിശോധന നടത്തിയല്ല റോഡിൽ ഇറങ്ങുന്നത് എന്ന് 1000 വട്ടം വിളിച്ച് ഈ സമൂഹത്തോട് പറയുകയും, നിരപരാധികൾ ഇനിയും തെരുവിൽ മരിക്കുന്നു. എത്ര നിരപരാധികൾ മരിച്ചാലും ഈ മോട്ടോർ വാഹന വകുപ്പ് കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റുമായി ചേർന്നുകൊണ്ട് ഡ്രൈവർമാരെ കൊലയ്ക്ക് കൊടുക്കാനും പൊതുജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതും കൂടി കാണുമ്പോൾ ഉള്ള വസ്തുത. അവിടെ ജോയിന്റ് RTO ഒക്കെ ഇരയാക്കപ്പെട്ട ആളാണ്. കാരണം എന്താണ്? ഇത് രണ്ടും ഒരു മന്ത്രിയുടെ കീഴിലാണ്. ഇവിടെ മന്ത്രിയുടെ തള്ളുകൾ വളരെ കൃത്യമായി വന്നോണ്ട് ഇതോ കെ.എസ്.ആർ.ടി.സി മാറിക്കൊണ്ടിരിക്കുന്നു, പിടിച്ചോണ്ടിരിക്കുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. കൃത്യമായി വണ്ടി വർക്ക്ഷോപ്പിൽ പലതിറങ്ങുന്നില്ല. ഇതിനു മുൻപുള്ള ഒരുപാട് അപകടം ഞാൻ പറയാം. തിരുവമ്പാടി അപകടം ഇതേപോലെ തന്നെ ബസ് പോകുന്നു, അവിടെ ഇരുന്ന യാത്രക്കാർ മുഴുവൻ പറഞ്ഞു ആ വാഹന ബ്രേക്ക്, വളരെ പരിചയസമ്പന്നനായ ഡ്രൈവർ പരിചയമായ വഴിയെ വളരെ സാവധാനം വരുന്നു, ഒരു ഓട്ടോ പാലത്തിലേക്ക് കയറി വരുന്നു, വണ്ടി ബ്രേക്ക് ചെയ്യുന്നു, വണ്ടി നേരെ തോട്ടിലോട്ട് പോകുന്നു. എന്താണ്? ചവിട്ടി വലിച്ചു പോവുകയാണ്. നേര്യമംഗലം അപകടത്തില് വാഹനത്തിന്റെ സാങ്കേതിക തകരാറാണെന്ന് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. നിലവിൽ RTO പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഈ കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ഡ്രൈവറെ തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുൻപ് ജോയിന്റ് RTOയ്ക്ക് അല്പമെങ്കിലും ഈ കേരളീയ സമൂഹത്തോട് ബാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ബാധ്യതയുണ്ടെങ്കിൽ, മന്ത്രിയുടെ മുമ്പിൽ നട്ടല് വളയ്ക്കാതെ ജോലി എടുക്കുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ കെ.എസ്.ആർ.ടി.സി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തെരുവിൽ വിടുന്നതിനെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ വണ്ടി ഇതിപ്പം വണ്ടിക്ക് ഇതെല്ലാം അവിടെ വ്യവസ്ഥകളുണ്ട്. അതായത് ഡിപ്പോ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ, ചാർജ്മാന്റെ നേതൃത്വത്തിൽ അവിടെ വാഹനങ്ങൾ പണിതിറക്കി ആ വാഹനം വെഹിക്കിൾ സൂപ്പർവൈസർ, അതായത് നിരത്തിൽ വാഹനം ഓടിച്ച് വർഷങ്ങളോളം പരിചയമുള്ള ഡ്രൈവർമാരുടെ നിന്നും പ്രൊമോഷനുള്ള വിഭാഗമായ വെഹിക്കിൾ സൂപ്പർവൈസർ
ഈ ഓരോ വാഹനവും എടുത്ത് ഓടിച്ചു നോക്കി അതിന്റെ ഫിറ്റ്നസ് ബോധ്യപ്പെടുത്തി ആ വാഹനം ഡ്രൈവറെ ഏൽപ്പിക്കുക. അങ്ങനെ എന്തേലും ഒരു പരിപാടി KSRTC നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവിടെയൊക്കെ ആളുകളെ എണ്ണം കുറച്ച് ഈ പറഞ്ഞ പരിപാടിയൊന്നും വേണ്ട, ഞാനിപ്പോൾ റെഡിയാക്കി തരാം, ആ ചെറിയ സ്പാനറിങ് എടുത്തോ മൊയ്തീനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഇതിന്റെ നേതൃത്വത്തിലുള്ളത്. അപ്പോൾ വെഹിക്കിൾ സൂപ്പർവൈസർമാർ കൃത്യമായി വാഹനം പരിശോധിക്കുന്നില്ല. അങ്ങനെ ഒരു വാഹനം പരിശോധിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാവില്ല. ഇപ്പൊ ഞാൻ KSRTC ഉണ്ടായിരുന്ന ആ സമയത്ത് കുമളിയിൽ ശബരിമല പമ്പ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കുമളിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു വെഹിക്കിൾ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ വാഹനവും വരുമ്പോൾ ആ കുമളിയിലെ വലിയ വിശാലമായ ഗ്രൗണ്ടിലോട്ട് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യിച്ചിട്ട് രണ്ട് കൈയും സ്റ്റീറിംഗ് എന്ന് വിട്ട് ബ്രേക്ക് ചവിട്ടും. ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ശകലം നീങ്ങിയാൽ ആ വാഹനം സർവീസിന് യോഗ്യമല്ലാതെ തിരിച്ചു കൊടുക്കും. എത്ര പേരുണ്ട് അങ്ങനെ? അപ്പോൾ അടിയന്തരമായിട്ട് ഈ ജോയിന്റ് RTO ഇത്രയും മഹനീയമായി പത്രസമ്മേളനം നടത്തി ആ KSRTC സ്വിഫ്റ്റ് ഡ്രൈവറെ ഇപ്പോൾ അവന്റെ ലൈസൻസ് കെട്ടിയും അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഈ മന്ത്രിയുടെ ആ തള്ളിന്റെ അസ്കിത താഴോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. താങ്കൾക്ക് നട്ടലുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ താങ്കൾ ആ വാഹനം ഫിറ്റ്നസ് പരിശോധിച്ചിട്ട് ആ വാഹനത്തിന്റെ കുഴപ്പങ്ങളെ കണ്ടെത്തണം. ഇവിടെ തിരുവമ്പാടിയിലെ വാഹനത്തിന്റെ പ്രശ്നങ്ങളെ നമ്മൾ വെൽഫെയർ അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു. എന്താണ്? കരയ്ക്ക് നിന്നുകൊണ്ട് ഒരു ജോയിന്റ് RTO വന്നിട്ട് കരയ്ക്ക് നിന്നുകൊണ്ട് റിപ്പോർട്ട് എഴുതി ബ്രേക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന്. നമ്മൾ അതിനെ പ്രതികരിച്ചു. പിറ്റേന്ന് ഇവര് സംഘമായി വന്നിട്ട് ഈ വണ്ടി പരിശോധിച്ചു. അപ്പോൾ എന്താണ്? വാഹനത്തിന് പ്രശ്നമുണ്ട്, മിണ്ടിയില്ല. അങ്ങനെ ആ കേസിൽ ഒതുക്കി തീർത്തു. ആളുകൾ ഭരിക്കുന്ന ഇങ്ങനെ. അതുപോലെ തന്നെ മുണ്ടക്കയം അപ്പുറത്ത് മറ്റേ BTC വണ്ടി പറഞ്ഞത് മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു സൈഡിലെ ടയർ മാത്രം അഴിച്ചു പരിശോധിച്ചു, എന്നിട്ട് ആ കുഴപ്പമില്ലാതെ എഴുതി. നിങ്ങൾ ഇനിയും മോട്ടോർ വാഹന വകുപ്പ് ഈ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന പാവങ്ങളെ അത് പിടിക്കണം കേട്ടോ. ആ നിസാര കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നവരെ ഭീമമായി ശിക്ഷിക്കുവാനും ഷോ കാണിക്കുവാനും നിൽക്കാതെ ഈ വാഹനം, ഈ സർക്കാർ വാഹനം, പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്ന KSRTC ബസ് നിരത്തിൽ പരിശോധിക്കുവാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ കൂടും. വെറുതെ മന്ത്രിയുടെ കരാർ പണി ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നുള്ള വാക്കുകൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, ഡ്രൈവിംഗ് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഏതൊരാൾക്കും മനസ്സിലാവും ആ വണ്ടിയുടെ ഈ വലത്തോട്ടുള്ള ബ്രേക്ക് ചെയ്തപ്പോഴേ വലതുവശത്തേക്ക് വണ്ടി വെട്ടി പാളി പോയിട്ടുണ്ട്. ആ വാഹനത്തിന് ഡിസ്കിന് ഒന്നിലേക്ക് കംപ്ലൈന്റ് ഉണ്ട്. ആ വാഹനത്തിന് അവിടെ ലൈനർ കുറവുണ്ടായിരിക്കാം. ആ വാഹനത്തിന്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ടയർ പരിശോധിക്കണം. ആ ടയറിന് ഗ്രിപ്പ് ഉണ്ടോ എന്ന് നോക്കണം. എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയ ടയറാണെന്ന് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു പാവപ്പെട്ടവനെ ബലിയാറാക്കിക്കൊണ്ട് ഒരു സംഭവത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ജോയിന്റ് RTOയോട് പറയാനുള്ളത്. KSRTC എന്ന് പറയുന്ന സ്ഥാപനം ഇനിയും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, അതായത് കൃത്യമായി പൂർത്തീകരിക്കാത്ത പണിയും ആ പണി പൂർത്തീകരിച്ചോ എന്ന് പരിശോധിക്കുവാൻ ആവശ്യത്തിലുള്ള വെഹിക്കിൾ സൂപ്പർവൈസർമാരെ നിയമിക്കാതെ ആളുകളെ കൊന്നെടുക്കുവാൻ വേണ്ടി തെരുവിലേക്ക് വാഹനം ഇറക്കി വിടുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ അതിൽ ഡ്രൈവറെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് കോർപ്പറേഷനെ രക്ഷിക്കുന്ന നിലപാട് മാറ്റണം. നട്ടലോടുകൂടി ധീരമായ രീതിയിൽ യഥാർത്ഥത്തിൽ നിയമം നടപ്പിലാക്കുവാൻ തയ്യാറാകണമെന്ന് ചെങ്ങന്നൂർ ജോയിന്റ് RTOയോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അതിനുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.